കഥയ്ക്കും ജീവിതത്തിനുമിടയിൽ അത്ര സുതാര്യമല്ലാത്തൊരു മാളത്തിലാണ് കെ.എസ്. രതീഷ് ഒളിച്ചിരിക്കുന്നത്. അവിടെ ഇരുന്നെഴുതുന്ന കഥകൾ വായിച്ചു വായിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കെ.എസ്. രതീഷ് വായനക്കാരനെ അങ്ങ് ഇറക്കി വിടുകയാണ്. പിന്നീട് ആ കഥയ്ക്കും കഥാപാത്രത്തിനും എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ച് നട്ടം തിരിയേണ്ടത് വായനക്കാരന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതുവരെ ആരും പറയാത്ത രീതിയിൽ കഥ പറയുക എന്നതാണ് ഓരോ കഥാകൃത്തും നേരിടുന്ന പ്രാഥമിക വെല്ലുവിളി. പുതിയ ഭാഷ, പുതുക്കിയ പ്രമേയം, പുതുപുത്തൻ ശൈലി എന്നിവയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തീർച്ചയായും കഥകൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. സമൂഹത്തിലെ വിവിധ കോണുകളിലെ ജീവിതങ്ങളെയാണ് കെ.എസ്. രതീഷ് തന്റെ കഥയ്ക്ക് പ്രമേയമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന വായനക്കാരന് അത് തന്റെ തന്നെ അനുഭവമായി തോന്നും. വായനക്കാരന് ക്ലൈമാക്സ് എന്താണെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധമാണ് ഈ കഥകളുടെ പോക്ക്. ചില കഥകളിൽ ചില വഴിതെറ്റിക്കലുകൾ കഥാകൃത്ത് മനഃപൂർവ്വം ചേർത്തിട്ടുണ്ട്. വായനക്കാരന് എങ്ങനെ വേണമെങ്കിലും അത് പൂർത്തീകരിക്കാം. ഒരു എഴുത്തുകാരന്റെ ഏറ്റവും വലിയ ആയുധമാണ് അയാളുടെ ഭാഷ. ഏത് പ്രമേയത്തെയും ഒരു കഥയാക്കി മാറ്റാൻ ഒരു ഗംഭീര ഭാഷ കൈവശമുണ്ടെങ്കിൽ സാധിക്കും. അങ്ങനെ വായനക്കാരന്റെ മനസ്സിൽ മുറിവുണ്ടാക്കാൻ കഴിയുന്ന ഭാഷ കൈവശമുള്ളയാളാണ് കെ.എസ്. രതീഷ്. പിന്നെ ഒരു കാര്യം കൂടി, പ്രണയമുള്ള കേൾവികൾ ഇല്ലാതെയാകുമ്പോഴാണ് കഥകൾ മരിക്കുന്നതെന്ന് കഥാകൃത്ത് പറയുന്നു. ഇത്രമേൽ വേറിട്ട കഥകൾ നിങ്ങൾ എഴുതുമ്പോൾ വായനക്കാരന്റെ ഉള്ളിൽ അവനവനോട് തന്നെയും ചുറ്റുമുള്ളതിനോടും പ്രണയം നിറയുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ?